UDFിന്റെ പ്രഖ്യാപിത നിലപാടുകൾക്ക് വിരുദ്ധമായി ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ കരാർ ജീവനക്കാരെ തുടരാൻ സർക്കാർ സഹായം നൽകുന്നു എന്ന ഉദ്യോഗാർത്ഥികൾ. ഒരു വർഷം മുൻപ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് 38 തസ്തികകളിലേക്ക് നടത്തിയ പരീക്ഷയുടെ ലിസ്റ്റ് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ SLP പിൻവലിച്ചിരിക്കുകയാണ് ഇപ്പോൾ. പരീക്ഷാ ബോർഡ് അഭിഭാഷകൻ കൃത്യമായി കോടതിയിൽ ഹാജരാവുന്നുമില്ല. ഇതോടെ ഉദ്യോഗാർത്ഥികൾ ഒറ്റയ്ക്ക് കേസ് നടത്തേണ്ട സ്ഥിതിയാണ്. KDRBയുടെ വക്കീലും ഹാജരാവുന്നില്ല. ഇപ്പം നമ്മൾ ഉദ്യോഗാർത്ഥികൾ പിന്നെ ഏർപ്പാടാക്കിയ വക്കീലാണ് സ്ഥിരമായിട്ട് സുപ്രീം കോടതിയിൽ ഹാജരാവുന്നത്. നമുക്ക് ഈ കേസ് നടത്തിക്കൊണ്ടുപോകാൻ നമ്മുടെ കയ്യിൽ പൈസയില്ല, ഒന്നുമില്ല. നമ്മൾ കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വരുന്നത്. ഇപ്പം ഗവൺമെൻറ്റും SLP പിൻവലിച്ച് ഇപ്പോൾ ഇത്രയും ഉദ്യോഗാർത്ഥികളെ 1.5 ലക്ഷത്തോളം വരുന്ന ഉദ്യോഗാർത്ഥികളെ വഞ്ചിച്ചിരിക്കുകയാണ്. അഭ്യസ്തവിദ്യരായ ഒത്തിരി പേര് കേരളത്തിലുണ്ട്. എന്താണ് ഇവരെ മാനദണ്ഡം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പണവും രാഷ്ട്രീയ സ്വാധീനം ഉള്ളവർക്ക് മാത്രമേ ജോലി കിട്ടൂ എന്നുള്ളതാണെങ്കിൽ അതും വ്യക്തമാക്കണം. കഴിഞ്ഞ LDF സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികളുടെ കൂടെ നിന്നുകൊണ്ട് അവർ സുപ്രീം കോടതിയിൽ SLP ഫയൽ ചെയ്തിട്ട് ഞങ്ങളെ കൂടെ നിന്നതാണ്. അതിനെതിരെ ആ ഒരു വിധിക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട്. പക്ഷേ പുതിയ സർക്കാർ ഇപ്പോൾ VD സതീശൻ സർക്കാർ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനടക്കമുള്ള ആളുകൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് ആ സർക്കാരിനെ നോക്കി കണ്ടുകൊണ്ടിരുന്നത്. കാരണം ഒരു താൽക്കാലിക ജീവനക്കാരെ പോലും ഞങ്ങൾ നിലനിർത്തില്ല. ഉദ്യോഗാർത്ഥികളായിട്ടുള്ള അല്ലെങ്കിൽ അർഹരായിട്ടുള്ള ആളുകളെയാണ് പുതിയ ജോലിയിലേക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ കേട്ടിട്ട് ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് ഞങ്ങൾ ഈ സർക്കാരിനെ നോക്കി കണ്ടിരുന്നത്. എന്നാൽ ഇതിപ്പോൾ ഇങ്ങനൊരു കാര്യം വന്നപ്പോൾ നേരെ ഉൾട്ട പോലുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത്. ഉദ്യോഗാർത്ഥികളെന്ന ലെവലിൽ ഞങ്ങൾക്ക് 1.5 ലക്ഷത്തോളം ആളുകൾക്ക് ഇരട്ടടി കിട്ടിയ പോലെയാണ്. വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട്. ഷഹീദ, ഗുഡ് മോർണിംഗ്. ഈ കുട്ടികൾ ഉദ്യോഗാർത്ഥികളൊക്കെ ഇരട്ടടി കിട്ടിയ പോലെ നിൽക്കുന്നൊരവസ്ഥയാണ് ഉള്ളത്. നമുക്കും ഒരുപാട് പ്രതിസന്ധികൾ സംസ്ഥാനത്ത് ഉടനീളമുണ്ട്. ഇവർക്കൊക്കെ ജോലി കിട്ടുക എന്നത് ഏറ്റവും പ്രധാനം. പഠിച്ച് പരീക്ഷ എഴുതിയ ആൾക്കാരാണ്. ഇനി CJP വേണ്ടി വരുമോ കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയാവാൻ? മോത്തി, ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഒരു വർഷം മുമ്പാണ് 38 തസ്തികകളിലേക്ക് പരീക്ഷ നടത്തിയത്. പരീക്ഷ നടത്തി ഒരു വർഷം കഴിഞ്ഞിട്ടും അതിന്റെ പരീക്ഷ നടത്തിയതിനു ശേഷം ലിസ്റ്റ് പുറത്തുവിടാൻ പോലും അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതോടെ ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ പെരുവഴിയിലായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ പരീക്ഷാ നടത്തിപ്പിനെതിരെ അവിടെയുള്ള കരാർ ജീവനക്കാർ, താൽക്കാലിക ജീവനക്കാർ, അതായത് നമുക്കറിയാം ഈ അതത് കാലത്ത് താൽക്കാലിക ജീവനക്കാർ മാനദണ്ഡങ്ങളൊന്നുമില്ലാതെ പലപ്പോഴും അങ്ങനെ നിയമിതരാകുന്നവരാണ്. അവർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ കേസ് സുപ്രീം കോടതിയിലാണ്. ഈ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ കക്ഷിയായിരുന്നു. അതായത് ഉദ്യോഗാർത്ഥികളെ ഈ പരീക്ഷ നടത്തി ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ മുതൽ കക്ഷിയായിരുന്നു. പക്ഷേ ഈ പുതിയ സർക്കാർ വന്ന ശേഷം ഈ സംസ്ഥാന സർക്കാർ ഈ കേസിൽ നിന്നും പിന്മാറി എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നത്. കക്ഷി ചേരുന്ന അപേക്ഷ സർക്കാർ പിൻവലിച്ചിരിക്കുകയാണ്. ഇത് വലിയ തിരിച്ചടിയാണെന്നാണ് ഇവർ പറയുന്നത്. അതായത് ഈ ഉദ്യോഗാർത്ഥികൾ തന്നെ തുച്ഛമായ പണം, അവർ അതിജീവനത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ പണം പിരിച്ച് അങ്ങനെ സ്വരുക്കൂട്ടിയാണ് ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് കേസ് നടത്തുന്നത്. സംസ്ഥാന സർക്കാർ കൂടി ഈ കേസിൽ നിന്ന് പിന്മാറുമ്പോൾ അവർ ഒറ്റയ്ക്ക് ഈ കേസ് നടത്തേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരും. ഇത് ഈ കരാർ ജീവനക്കാരെ സഹായിക്കുന്ന ഒരു നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നു. UDF സർക്കാർ വന്ന സമയത്ത് പറഞ്ഞിരുന്നത് ഈ കരാർ അടിസ്ഥാനത്തിലുള്ള ഇത്തരം നിയമനങ്ങൾ മുഴുവൻ റദ്ദാക്കി എല്ലാം വ്യവസ്ഥാപിതമായ സംവിധാനത്തിലൂടെ PSCയോ അല്ലെങ്കിൽ അതത് റിക്രൂട്ട്മെന്റ് ബോർഡ് വഴിയോ മാത്രമേ നിയമനം നടത്തുകയുള്ളൂ എന്നുള്ള ഒരു നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. അതിനനുസരിച്ചുള്ള നടപടികൾ എടുക്കുമെന്നൊക്കെ ഉറപ്പ് നൽകിയിരുന്നു. എങ്ങനെയിരിക്കെ അത്തരമൊരു നിലപാട് സർക്കാർ എടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇങ്ങനെ സർക്കാർ മറിച്ചൊരു നിലപാടിലേക്ക് പോകുന്നു, കേസ് ദുർബലമാകുന്ന നിലപാടിലേക്ക് പോകുന്നു? മറ്റൊരു കാര്യം അവർ പറയുന്നത് ഈ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡും ഈ കേസിലുണ്ട്. പക്ഷേ അഭിഭാഷകനൊക്കെ വളരെ എപ്പോഴെങ്കിലും മാത്രമേ ഇടവേളകളിൽ മാത്രമേ കോടതിയിൽ ഹാജരാകുന്നുള്ളൂ. ഫലത്തിൽ ഇവർ ഒറ്റയ്ക്ക് ഉദ്യോഗാർത്ഥികൾ, ഇപ്പോൾ തന്നെ ജോലിയില്ലാത്ത പെരുവഴിയിലുള്ള ഉദ്യോഗാർത്ഥികൾ ഒറ്റയ്ക്ക് കേസ് നടത്തേണ്ട സ്ഥിതിയാണ് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് പരിഹരിക്കണം, സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണം എന്നുള്ളൊരു ആവശ്യമാണ് അവർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. മോത്തി, ശരി. മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഒപ്പം ഉദ്യോഗാർത്ഥികൾ അവരുടെ വിഷമങ്ങൾ പറയുകയും ചെയ്തു. ഗുരുവായൂർ ദേവസ്വം ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഇത്. ഈ താൽക്കാലിക ജീവനക്കാരുടെ ജോലി കളയുക എന്നതൊരു ലക്ഷ്യമാണ് എന്ന് ദയവേത് താൽക്കാലിക ജീവനക്കാർ കരുതി കളയരുത്. അതിലൊക്കെ ഒരു വ്യവസ്ഥാപിതമായ സംവിധാനം കൊണ്ടുവരിക. പരീക്ഷ എഴുതി പാസ്സായ ഉദ്യോഗാർത്ഥികൾ നിരവധിയുണ്ട്. അവർക്ക് ജോലി കൊടുക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപറ്റിയാണ് ഈ പറയുന്നത്. എല്ലാവരുടെയും നീതി ഉറപ്പാക്കൽ ആണ് സർക്കാർ ചെയ്യേണ്ടത്. അക്കാര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടും എന്ന് കരുതുകയാണ്. ഇതൊരു അഭ്യർത്ഥനയായി സർക്കാരിന് മുന്നിലേക്ക് വയ്ക്കുകയും ചെയ്യുന്നു.